ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഒരു പൂവിൻ്റെ മോഹം പാർട്ട് 10. താമരയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. കണ്ണുകൾ നിറഞ്ഞത് കുഞ്ഞൂട്ടൻ കാണാതിരിക്കാൻ അവൾ മുഖം തിരിച്ചു പിടിച്ചു. പക്ഷേ കുഞ്ഞൂട്ടൻ അത് കണ്ടു. നോക്കൂ, അയാൾ താമരയോട് പറഞ്ഞു. കുട്ടി സങ്കടപ്പെടേണ്ട, സോമയുടെ അവസ്ഥ മാത്രം ചിന്തിച്ചാൽ മതി. അവൾക്ക് കടുത്ത നിരാശയായിട്ടുണ്ടാകും. അത്രയ്ക്ക് മോഹിച്ചതല്ലേ. അതിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ കാട്ടിയത്. അല്ലാതെ താമരയോടുള്ള പിണക്കമൊന്നുമല്ല. പെൺകൊടയെ വേണ്ടെന്ന് പറഞ്ഞതും ഇപ്പോഴത്തെ ഒരു സങ്കടത്തിൽ ജലിപ്പിച്ചതാ. ഇതിലും നല്ലൊരാലോചന വന്നാൽ അവൾ ഇതൊക്കെ മറക്കും. താമര മറുപടി ഒന്നും പറഞ്ഞില്ല. പെണ്ണ് കാണാൻ പൂന്താനത്ത് വന്നപ്പോൾ തുടങ്ങി സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചവളാണ് സോമ. മറ്റുള്ളവർ ആക്രമിക്കാൻ അടുക്കുമ്പോഴെല്ലാം അവളായിരുന്നു ഒരു കവചം. ഈ സംഭവം മൂലം ആ മനോഭാവത്തിന് വല്ല മാറ്റവും വരുമോ എന്നായിരുന്നു താമരയുടെ ഭയം. സോമ പിണങ്ങിയാൽ അത് അവൾക്ക് താങ്ങാനുമാവുമായിരുന്നില്ല. നോക്കൂ, കുഞ്ഞോട്ടൻ തുടർന്നു. അധികം അന്വേഷിക്കാൻ പോയതാണോ കുഴപ്പമായെന്നാ ഇപ്പോൾ എനിക്ക് തോന്നണത്. ഇനി മറ്റൊരാലോചന വന്നാൽ അതും എല്ലാം തികഞ്ഞതാവണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. ഈ വ്യാസൻ്റെ തരത്തിലുള്ള ചെറുപ്പക്കാരാ ഇപ്പോൾ ഏറെയും. പരാതിയുമായി അങ്ങനെ ഒരു യുവതി വന്നതുകൊണ്ട് മാത്രമാ നമ്മൾ ഈ സത്യമൊക്കെ അറിഞ്ഞത്. എല്ലാ പെൺകുട്ടികളും ഇതുപോലെ പ്രതികാരത്തിൽ ഭ്രാന്തളകി നടക്കണവരായിരിക്കണമെന്നില്ല. ഒരുത്തൻ ചതിച്ചിട്ട് പോയാൽ അവർ പോട്ടേന്ന് വിചാരിക്കും. ചതിയനാണെന്ന് മനസ്സിലായാൽ ആദ്യം ഉപേക്ഷിക്കുന്നത് തന്നെ പെൺകുട്ടികളായിരിക്കും. പിന്നീട് അവൻ്റെ പേര് പോലും അവളുടെ ഓർമ്മയിലുണ്ടാവില്ല. ഈ യുവതി ഒരസാധാരണ കഥാപാത്രമായി പോയെന്ന് മാത്രം. എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ആ നീരജയെ പോലെ അയാൾ ചിരിച്ചു. താമര കുഞ്ഞൂട്ടൻ്റെ അരികിലായിരുന്നു. കുഞ്ഞൂട്ടേട്ടയ്ക്ക് ഇതിങ്ങനെ ചിരിച്ചു തള്ളാൻ കഴിയണുണ്ടോ? അവൾ തിരക്കി. അല്ലാതെ പിന്നെ. എന്നോട് അശേഷം ദേഷ്യം തോന്നണില്ലേ? എന്തിന്? ഞാനും വ്യാസേട്ടയുടെ അതേ ഇല്ലത്തുനിന്ന് തന്നെയല്ലേ വരുന്നത്. വന്നത് ഒരിടത്ത് നിന്നായാലും താമര തികച്ചും വേറൊരു വ്യക്തിയാണെന്ന് എനിക്കറിയില്ലേ? കുഞ്ഞൂട്ടൻ പത്നിയുടെ ചുമലിൽ തലോടി. തൻ്റെ ജനസിൽ അവിടെ ആ അമ്മാമ്മ മാത്രമല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരും താത്രിക്കുട്ടി അമ്മായിയുടെ മക്കൾ തന്നെ. അവരിൽ നിന്ന് നമ്മൾ അധികമൊന്നും ഇനിയും പ്രതീക്ഷിക്കണ്ട. വ്യാസൻ്റെ ചീത്തത്തിൻ്റെ പേരിൽ ആലോചന മുടങ്ങിയതിൽ കുഞ്ഞൂട്ടേട്ടയ്ക്ക് തെല്ലും മുഷിവില്ലെന്ന് താമരയ്ക്ക് മനസ്സിലായി. ഏട്ടൻ്റെ അമ്മയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. ദിവസവും നങ്ങേമ്മയായിരുന്നു താമരയുടെ വാതിൽ തട്ടി ഉണർത്തിയിരുന്നത്. അന്ന് പുലർച്ചെ അതുണ്ടായില്ല. താമര താനെ ഉണർന്നപ്പോൾ സമയം 6 തിടുക്കത്തിൽ കുളിച്ച് അടുക്കളയിൽ ചെന്നപ്പോൾ നങ്ങേമ്മ അടുപ്പിൽ തീ പൂട്ടിക്കഴിഞ്ഞു. സഹായത്തിന് സോമബാലയുണ്ട്. താമര കയറി ചെന്നത് രണ്ടാളും അറിഞ്ഞ ഭാവമില്ല. മുമ്പ് ഇങ്ങനെയായിരുന്നില്ല. തൻ്റെ കാലച്ച കേട്ടാൽ അമ്മ തിരിച്ചറിയും. അമ്മയുടെ കുട്ടി വന്നോ എന്ന തേനൊഴുകുന്ന അന്വേഷണവും ഉണ്ടാവും. താമരയുടെ ഉള്ളു വല്ലാതെ നൊന്തു. എങ്കിലും സങ്കടമർത്തി അവൾ തിരക്കി. അമ്മ എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ ഇന്ന് വല്ലാതെ വൈകി. അതിൽ രണ്ടാളിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല. താമരയുടെ നിയന്ത്രണം തകർന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നങ്ങേമ്മയുടെ കയ്യിൽ കടന്നു പിടിച്ചു. എന്താ അമ്മ ഇത്? എന്നെ ഇത്ര വെറുത്തോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? താമര തെറ്റൊന്നും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലാലോ. നിസ്സംഗഭാവത്തിൽ നങ്ങേമ്മ ചോദിച്ചു. എന്നും ഒരാൾ വെളിച്ചം നടത്തണമെന്ന് സ്റ്റാർട്ടിയും പിടിക്കരുത്. വല്ലപ്പോഴുമെങ്കിലും താനെ ഉണർന്നെഴുന്നേൽക്കാമല്ലോ. താമര ഈ ഇല്ലത്തെ മരുമകളല്ലേ? സൗമ്യമായാണ് ചോദ്യം. പക്ഷേ താമരയ്ക്ക് താങ്ങാനായില്ല. താമര എന്ന വിളിയാണ് അവളെ ഏറെ അസഹ്യതപ്പെടുത്തിയത്. കറുത്തേടത്തില്ലത്ത് നിന്നെത്തിയതിന് ശേഷം തൻ്റെ പേര് ഏറെക്കുറെ മറന്നു പോയിരുന്നു. കുട്ടിയെന്നേ അമ്മ മിക്കപ്പോഴും വിളിക്കൂ. വ്യാസേട്ടൻ ഇങ്ങനെ ആയത് എൻ്റെ കുറ്റമല്ലല്ലോ അമ്മേ, താമര ആരാഞ്ഞു. ഞാനിതൊന്നും അറിഞ്ഞിരുന്നേയില്ല. പെട്ടെന്ന് നങ്ങേമ്മയുടെ മുഖം ഗൗരവത്തിൽ തിണർത്തു. താമരയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവർ അറിയിച്ചു. അതുമാത്രം പറയരുത്. കൈക്കുഞ്ഞായിരിക്കത്തൊട്ടെ നീ വളർന്നതാ ഇല്ലത്തല്ലേ. സ്വന്തം അനിയത്തി അല്ലായിരിക്കാം. എന്നാലും ഇവിടേക്ക് പോരും വരെ നീ അവിടുത്തെ തന്നെ ആയിരുന്നല്ലോ. ഈ കേട്ടതിനെ പറ്റി ഒരു പൊടി സംശയം പോലും നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. നടക്കാണച്ചാൽ നടന്നോട്ടെന്ന് നീ വിചാരിച്ചു, അത്രേ ഉള്ളൂ. ആ പെൺകുട്ടി ഇവിടെ കയറി വന്നിരുന്നില്ല എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുകയെന്ന് നീ ഓർത്തു നോക്ക്. എൻ്റെ കുട്ടി ഒരു ജന്മം മുഴുവൻ കണ്ണീര് കുടിക്കേണ്ടി വരില്ലായിരുന്നില്ലേ? പിതൃക്കളുടെ നേരുകൊണ്ട് അത് സംഭവിച്ചില്ല എന്ന് മാത്രം. താമര ശബ്ദമില്ലാതെ കരഞ്ഞതേ ഉള്ളൂ. കണ്ണടച്ച് തന്നെ അവിശ്വസിക്കുന്നിടത്ത് എന്ത് പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. തൻ്റെ നെഞ്ചിനുള്ളിലെ നേര് എങ്ങനെ ഈ അമ്മയ്ക്ക് കാട്ടിക്കൊടുക്കും? താമര കരയൊന്നും വേണ്ട. നങ്കേമ്മയുടെ സ്വരം വീണ്ടും താണു.
ഞാനിത് മനസ്സിൽ വെക്കണമെന്നില്ല. ഭാഗ്യം കൊണ്ട് എൻ്റെ കുട്ടി രക്ഷപ്പെട്ടുല്ലോ. അരുതാത്തതൊന്നും നടന്നില്ലാലോ. സങ്കടം താങ്ങാനാവാതെ എൻ്റെ കുട്ടി വല്ല അവിവേകവും കാട്ടുമെന്നായിരുന്നു എൻ്റെ പേടി. അത്രയ്ക്ക് അവൾ ആശിച്ചതല്ലേ. ഇന്നലെ രാത്രി ഉറങ്ങാതെ ഞാൻ കാവലിരിക്കുകയായിരുന്നു. സോമ ഏതായാലും സന്തോഷമായി ആ സത്യത്തെ അഭിമുഖീകരിച്ചിരിക്കുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അതും ഗുരുക്കന്മാരുടെ അനുഗ്രഹം. അല്ലാതെ എന്താ ഞാൻ പറയുക. അവർ മൂക്ക് പിഴിഞ്ഞു. എന്നിട്ട് മുണ്ടിൻ്റെ കോന്തലയിൽ തുടച്ച് പുറത്തേക്ക് നടന്നു. സോമ ഒന്നും അറിയാത്ത മട്ടിൽ അടുക്കളയിലെ ജോലികൾ ചെയ്യുകയാണ്. സോമ. താമര സോമയുടെ അരികിലെത്തി. കുട്ടിയെ എന്നോട് പിണങ്ങിയോ? വാസേട്ടയുടെ കാര്യം ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നോണ്ട് ഞാൻ മോളെ പ്രോത്സാഹിപ്പിക്കുമോ? അതുകൊണ്ട് എനിക്ക് എന്താ നേട്ടം? അമ്മാമ്മ ഒഴിച്ച് പൂന്താനത്ത് ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഒരമ്മയുടെ സ്നേഹം ഞാൻ അറിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമാണ്. അവളുടെ തൊണ്ടയിടറി. ആ അമ്മയെ ഞാൻ ചതിക്കുമോ? എവിടെ വേണമെച്ചാലും ഞാൻ സത്യം ചെയ്യാം. ഏട്ടത്തിൽ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോമ അറിയിച്ചു. പറയണ്ട. മോളുടെ ഉള്ളിൽ തോന്നിയാൽ മതി. ഒരു കുഞ്ഞു പരിഭവം ഈ മുഖത്തോ പെരുമാറ്റത്തിലോ ഉണ്ടായാൽ മതി. താമരേട്ടത്തിക്ക് അത് സഹിക്കാനാവില്ല മോളെ. സോമ താമരയെ നോക്കി. ആ മുഖത്ത് അലിവ് പ്രകടമായി. ഒന്നും ആരുടെയും കുറ്റമല്ല താമരേട്ടത്തി. ആ സ്വരം ഇടറി. വ്യാസേട്ടനെ എനിക്ക് വിധിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. കുറേ കണ്ണീര് ചോർന്നു പോയതോടെ ഞാൻ അതുമായി പൊരുത്തപ്പെട്ടു. സോമയ്ക്ക് വ്യാസേട്ടയേക്കാൾ നല്ല ആളെ കിട്ടും, താമര പറഞ്ഞു. അങ്ങനെ കരുത്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും എനിക്ക് വ്യസനമില്ല താമരേട്ടത്തി. സോമ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ ഷോക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇട്ടിവാസ് വേട്ടയെ പോലും മോശക്കാരനായി ഞാൻ കാണണില്ല. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചതിലാ എനിക്ക് സങ്കടം മുഴുവൻ. താമര കണ്ണു തുടച്ചു. കുഞ്ഞൂട്ടേട്ടൻ തെറ്റിദ്ധരിച്ചാൽ പോലും ഇത്ര എന്നെ ബാധിക്കില്ല. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്ന് കൂട്ടുനിന്നെന്ന അമ്മയുടെ വിചാരം. അമ്മയുടെ കാര്യം താമരേട്ടത്തിക്ക് അറിയില്ലേ? താമരയുടെ ചുമലിൽ തഴുകി സോമ. ഉള്ളിലൊരു കനപ്പ് തോന്നിയാൽ അത് അതേപടി പുറത്തു കാട്ടും. അതോടെ ആ കാലുഷ്യം തീരുകയും ചെയ്യും. ഒന്നും മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന തരമല്ലല്ലോ അമ്മ. അത് ശരിയാ. എത്ര കൊണ്ടാലും അറിയാത്ത ആളുകളാ നീയും നമ്മുടെ അമ്മയെന്ന് ആർക്കാ അറിയാത്തത്? വാതുക്കൽ നിന്ന് ഉണ്ണിമായ ചോദിച്ചു. ചവിട്ടുന്നവരുടെ കാലിലേ നിങ്ങൾ തടവും. നല്ലത് പറഞ്ഞു കൊടുക്കുന്നവർ എപ്പോഴും ശത്രുക്കളുമാ. സോമയും താമരയും അതോടെ നിശബ്ദരായി. ക്ഷണക്കത്ത് വിതരണം ചെയ്തിട്ടില്ലെങ്കിലും പെൺകൊടയാണെന്നുള്ള കാര്യം നാട് നീളെ അറിഞ്ഞു. ഉണ്ണിമായ തുടർന്നു. അത് മുടങ്ങിപ്പോയെന്നറിഞ്ഞാൽ ആളുകൾ കാരണം തിരക്കും. അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോൾ തെറ്റ് ചെയ്തവരായിരിക്കില്ല ശിക്ഷിക്കപ്പെടുക, നിരപരാധികളായിരിക്കും. സോമ ചോദ്യഭാവത്തിൽ ഉണ്ണിമായെ നോക്കി. മനസ്സിലായില്ലായിരിക്കും. ഉണ്ണിമായ ചിറി കൂട്ടി. വ്യാസന്റെ കുറ്റം കൊണ്ടാണ് ഈ ആലോചന തെറ്റായി പോയതെന്ന് പൂന്താനത്തുള്ളവർ പറയുമോ? ഈ താമരസുന്ദരി പോലും അത് പറയില്ല. അവൾ പൂന്താനം മഹാത്മ്യല്ലേ പാടൂ. അപ്പം കുറ്റം കറുത്തേടത്തെ പെൺകിടാവിന്റെ നെറുകയിലാവും വെക്കുക. സോമയുടെ മുഖം വല്ലാതെയായി. അതിനുള്ള ഇട നൽകില്ലെന്ന വാശിയില ഹരിയേട്ടനും ദത്തേട്ടനും. അവർ രണ്ടാളും രാവിലെ തന്നെ തിരുവേഗപ്പുറത്തേക്ക് പോയിരിക്കുക. അവിടെ ഒരു ഭട്ടതിരിപ്പാടുണ്ടത്രേ. പേര് പറഞ്ഞത് ഞാൻ മറന്നു. അങ്ങേരുടെ മകനൊരു സ്കൂൾ മാഷുണ്ട്. ഈ ഇല്ലം മൊത്തം എഴുതി കൊടുത്താലും ആർത്തി തീരാത്ത സ്ത്രീധന കൊതിയനാണെന്നാ പറയണത്. എന്ന് വെച്ച് മാനം കാക്കാതെ പറ്റുമോ? ക്ഷണക്കത്ത് ഒന്നുകൂടി അച്ചടിക്കണമെന്നല്ലേ ഉള്ളൂ. ശ്രീമംഗലം കുറിച്ച മുഹൂർത്തത്തിന് തന്നെ പെൺകൊട നടത്തും എന്ന വാശിയ രണ്ടാൾക്കും. സ്ത്രീധന കൊതിയനെ എനിക്ക് വേണ്ട, സോമ പറഞ്ഞു. അതിൽ ഭേദം ഇട്ടിവാസുവേട്ടനാ. അങ്ങനെ കൊച്ചാക്കണ്ട ഇട്ടിവാസുവേട്ടനെ, ഉണ്ണിമായ ശാസിച്ചു. എത്രയൊക്കെ ആയാലും ദത്തേട്ടൻ്റെ കൂടപ്പിറപ്പാണല്ലോ. ഇട്ടിവാസു പൂന്താനത്തേക്കാൾ പേരുള്ള ഇല്ലമാ. സ്വത്തിൽ കറുത്തേടവുമായി കെട്ട് നിൽക്കുകയും ചെയ്യും. ആകെയുള്ളൊരു തകരാറ് ജാതകദോഷം മൂലം അതിനൊരല്പം ബുദ്ധിമാന്ദ്യമുള്ളതായി എന്നത് തന്നെ മാത്രമാ. അതെടുത്ത് പൊക്കി പിടിച്ചോളൂ എല്ലാവരും. കുഞ്ഞൂട്ടൻ ഇടങ്കോലിടുന്നുവെന്നത് കൊണ്ട് മാത്രമാ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചത്. വെട്ടിത്തിരിഞ്ഞ് ഉണ്ണിമായ നടന്നുപോയി. ആരുമായിക്കോട്ടെ മോളെ, താമര സോമയെ ആശ്വസിപ്പിച്ചു. നിശ്ചയിച്ച മുഹൂർത്തത്തിന് തന്നെ പെൺകൊട നടന്നോട്ടെ. നിനക്ക് ചേരാത്തൊടുത്ത് ഒരിടത്തേക്ക് കുഞ്ഞൂട്ടേട്ടൻ നിന്നെ കൊണ്ട് ചേർക്കില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോമ താമരയെ കെട്ടിപ്പിടിച്ചു. തിരുവേഗപ്പുറത്തേക്ക് പോയവർ സന്ധ്യയോടെയാണ് തിരിച്ചെത്തിയത്. അത് നടക്കില്ല. പൂമുഖത്ത് കയറിയപ്പോഴേ നരഹരെ അറിയിച്ചു. സ്ത്രീധന പ്രശ്നമാണോ? നങ്ങേമ തിരക്കി. അത് പിന്നെ സഹിക്കാം, നരഹരി പറഞ്ഞു. പക്ഷെ ഒറ്റ എണ്ണത്തിനില്ല അവിടെ സുബോധം. ശാപം കിട്ടിയ ഇല്ലമ്മ. ഇയാളൊഴികെ ബാക്കി മക്കളെല്ലാവരും ചെറുപ്പത്തിലേ മരിച്ചു.
എന്നിട്ടാ തീരാത്ത ആർത്തി സ്വത്തിനോട്. തന്തയ്ക്ക് കണ്ണില്ല, തള്ള പിച്ചും പേയും പറച്ചിലും. അവിടേക്ക് എൻ്റെ കുട്ടിയെ ഞാൻ അയക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എല്ലാം തികഞ്ഞ് ആരെ കിട്ടുക? ലത ചോദിച്ചു. എന്ന് വെച്ച് കടലിൽ വലിച്ചെറിയണോ അവളെ? നരഹരിക്ക് ശുണ്ഠി വന്നു. എനിക്കാവില്ല അതിന്. ഒടുവിൽ ഇട്ടിവാസുവേ ഉണ്ടാവൂ, ഉണ്ണിമായാണ് പറഞ്ഞത്. വേണ്ട, ദത്തൻ പറഞ്ഞു. ആർക്കും വേണ്ടാതാവുമ്പോൾ ഇട്ടിവാസുവിൻ്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് കരുതണ്ട. അയാൾ അകത്തേക്ക് കയറിപ്പോയി. വേറെ 1-2 ആലോചനകളുടെ കാര്യം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നരഹരി അറിയിച്ചു. നാളെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അയാളിൻ്റെ രംഗം വിട്ടു. വ്യാസൻ്റെ വേളി മുടങ്ങിയ കാര്യം ഒരാഴ്ച കഴിഞ്ഞാണ് പൂന്താനം തറഞ്ഞത്. അതും വേദവ്യാസൻ മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിയപ്പോൾ. എന്താ വ്യാസ കാര്യം? സാവിത്രി തിരക്കി. ആരോ എന്നെക്കുറിച്ച് ഒരു ഏഷണി അവിടെ എത്തിച്ചിരിക്കുന്നു, വ്യാസം പറഞ്ഞു. ആരെങ്കിലും ഒരു ഏഷണി പറഞ്ഞു കൊടുക്കേണ്ട താമസമേ ഉള്ളൂ അവൾക്ക്. സാവിത്രി കണ്ണുരുട്ടി. ഇവിടുത്തെ ഒരു മൂദേവി അവിടെ ഉണ്ടല്ലോ, അതോ അവൾ തന്നെയാണോ ഇതിന് പിന്നിൽ? ഈശ്വര, ഇനി എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? വ്യാസൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വയലിൻ്റെ കാര്യം ഇല്ലത്തറിയിക്കാൻ അയാൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. സോമബാലയ്ക്ക് വേണ്ടി പുതിയൊരാലോചന ഒത്തുവന്നു. നരഹരിയാണ് കൊണ്ടുവന്നത്. തറവാടിൻ്റെ സുഹൃത്തം നശിച്ചിട്ടില്ല എന്ന് തന്നെ കരുതിയാൽ മതി. നല്ല പഠിപ്പും യോഗ്യതയുള്ളയാൾ. MA ഫസ്റ്റ് ക്ലാസ്സാ. കുടുംബം വക ബിസിനസ് ഉള്ളതിനാൽ ഉദ്യോഗത്തിനും പോയില്ല. സോമയ്ക്ക് ചേരും, ഓൾക്ക് ഇഷ്ടാവും. അത്ര സുമുഖൻ. എല്ലാവരോടുമായാണ് അവതരണം. ഉണ്ണിമായയുടെയും ദത്തൻ്റെയും മുഖത്ത് പ്രകാശം ഉണ്ടായില്ല. എന്താ ഇല്ല പേര്? നങ്ങേമ തിരക്കി. ഉത്രത്തുമന. കേട്ടിരിക്കണോ അമ്മ? കേൾക്കാതെ പിന്നെ? സന്തോഷം കൊണ്ട് നങ്ങേമയുടെ കണ്ണുകൾ തുളുമ്പി. ഇപ്പോഴും ആനപ്പന്തിയും കളിയോഗവും ഒക്കെ ഉണ്ടെന്നാ കേൾക്കണത്. ഉത്രത്തുമന എന്ന നാമം താമരയിൽ ഒരു ചെറു നടുക്കമുണ്ടാക്കി. മുമ്പ് എവിടെയോ കേട്ട ഓരോ ഓർമ്മ. കൂടുതൽ അവൾ ചിന്തിച്ചില്ല. അടുത്ത ആഴ്ച ആൾ സോമയെ കാണാൻ എത്തുമെന്ന് അറിയിപ്പ്. കുഞ്ഞൂട്ടൻ അന്നേക്ക് അവധി എടുത്തിരുന്നു. പൂമുഖമുറ്റത്ത് വന്നു നിന്ന കാറിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങിയ ആളെ കണ്ടപ്പോഴാണ് ഉത്രത്തിൻ്റെ ചരിത്രം താമരയുടെ നെഞ്ചിലേക്ക് ഇടിഞ്ഞു കയറിയത്. 4 ഇറയത്തിൻ്റെ കിളിവാതിലിലൂടെയാണ് സോമയോടൊപ്പം അവൾ ആ മുഖം കണ്ടത്. ഹരിഗോവിന്ദൻ. സ്നേഹവുമായി തൻ്റെ നിഴലായി നടന്ന ഹരിഗോവിന്ദൻ. ഈശ്വര, താമര ശബ്ദമില്ലാതെ വിളിച്ചു. തന്നെ അയച്ചിരിക്കണത് കറുത്തേടത്തെ കാണുന്ന ഹരിഗോവിന്ദൻ അറിയാം. അതറിഞ്ഞുകൊണ്ട് അയാൾ കുഞ്ഞൂട്ടേട്ടയുടെ സഹോദരിയെ കാണാൻ വന്നത് പ്രത്യേകമായ എന്തെങ്കിലും ലക്ഷ്യത്തോടെ ആവുമോ? ഹരിഗോവിന്ദൻ ഇവിടുത്തെ ബന്ധുവായാൽ തങ്ങൾ കൂടെ കാണേണ്ടി വരും. അത് താമരയുടെ ഉള്ളു വിറച്ചു. അടുത്ത നിമിഷം അവൾ മറിച്ച് ചിന്തിച്ചു. ഒരിക്കൽ അയാൾ തന്നെ വേളി കഴിക്കാൻ ആഗ്രഹിച്ചു എന്നതുകൊണ്ട് മാത്രം തൻ്റെ നമ്പൂതിരിയുടെ അനുജത്തി നിഷിദ്ധയാവണമെന്നുണ്ടോ? കഴിഞ്ഞതെല്ലാം മറന്നിട്ടുണ്ടാവും ഹരിഗോവിന്ദൻ. അയാൾക്ക് ചേരുന്നൊരു വധു വേണം. അത് തൻ്റെ ഭർത്തൃ സഹോദരി ആകുന്നതിൽ എന്താ അനൗചിത്യം? അയാൾ തന്നെ മറന്നതുപോലെ തന്നെ താൻ അയാളെ മറന്നതാണല്ലോ. പക്ഷേ സ്നേഹവുമായി പിന്നാലെ വന്ന ഹരിഗോവിന്ദൻ എന്ന ആളെക്കുറിച്ച് കുഞ്ഞൂട്ടേട്ടയോട് താൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഒരിക്കലും തോന്നിയില്ല. വിവാഹിതയാകും മുമ്പ് ഒരു പെൺകിടാവിനോട് പല പുരുഷന്മാരും താല്പര്യം കാണിച്ചിട്ടുണ്ടാകാം. അവരുടെ എല്ലാം പേര് വിവരം താലികെട്ടുന്ന ആളെ ഏൽപ്പിക്കണമെന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി മറ്റൊന്നാണ്. ഹരിഗോവിന്ദൻ സോമയെ വേളി ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആ സാഹചര്യത്തിൽ അയാൾ ഒരിക്കൽ തന്നോട് കാണിച്ച ആഭിമുഖ്യത്തിൻ്റെ ചരിത്രം കുഞ്ഞൂട്ടേട്ടയുടെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നീട് താൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരിയാകേണ്ടി വന്നേക്കാം. എന്തേ ഏട്ടത്തി വല്ലാതെ നിൽക്കണത്? സോമ താമരയോട് ചോദിച്ചു. താമരേട്ടത്തിക്ക് ആളെ ഇഷ്ടമായില്ലേ? ഞാൻ കണ്ടേയില്ലല്ലോ. താമര പരിഭ്രമത്തിൽ കൈമലർത്തി. ഒരു മിന്നൽ പോലെ ഇറങ്ങി നടന്നില്ലേ? പക്ഷേ ഞാൻ കണ്ടു. സോമയുടെ മുഖത്ത് നാണം. ഇഷ്ടായോ കുട്ടിക്ക്? താമരയ്ക്ക് ആകാംക്ഷ. ഇഷ്ടത്തിൻ്റേതല്ല. വലിയേട്ടൻ പറഞ്ഞതുപോലെ പെൺകൊട തെറ്റിപ്പോയ കാര്യം നമ്മുടെ ആളുകൾ അറിയും മുമ്പേ ഏതെങ്കിലും ഒന്ന് നടന്നാൽ മതിയെന്നേ ഉള്ളൂ എനിക്ക്. ഇല്ലെങ്കിൽ കെട്ടാ ചക്കിയായി നിന്നു പോവും ഞാൻ. ഒടുവിൽ എല്ലാവരും ചേർന്ന് ഇട്ടിവാസുവേട്ടൻ്റെ തലയിൽ എന്നെ കെട്ടിവെക്കും. പറഞ്ഞിട്ട് സോമ ചിരിച്ചു. അവൾ ഒരുപാട് മാറിപ്പോയതുപോലെ താമരയ്ക്ക് തോന്നി. വ്യാസേട്ടനെ എത്ര ഇഷ്ടമായിരുന്നു അവൾക്ക്. ഇത്ര വേഗം ആ നഷ്ടം തിരിച്ചു തള്ളാൻ സോമയ്ക്ക് കഴിഞ്ഞു പോകും. എന്തേ താമരേട്ടത്തെ അമ്പരന്ന് നിൽക്കണത്? സോമ ചോദിച്ചു. ഒന്നുമില്ല, താമര പറഞ്ഞു. കുട്ടിക്ക് ആളെ ഇഷ്ടമായിച്ചാൽ എത്രയും പെട്ടെന്ന് നടത്തുകയേ വേണ്ടു. വീണ്ടും ഏട്ടത്തി ഇഷ്ടത്തെക്കുറിച്ച് പറയണു. സോമ ചിരി തുടർന്നു. ഇയാളുടെ പിന്നിൽ എന്തൊക്കെ കഥയുണ്ടാവുമെന്ന് ഇനി ആർക്കറിയാം? താമരയിൽ ചെറിയൊരു നടുക്കമുണ്ടായി. ആകെ ഒരു അരക്ഷിതാവസ്ഥ അവൾക്ക് അനുഭവപ്പെട്ടു. അപ്പോഴേക്കും നങ്ങേമ ഓടി വന്നു. അവർ വന്നു കേട്ടോ.
സോമ ഇനിയും വേഷം മാറിയില്ലേ? ഈ വേഷമൊക്കെ പോരെ അമ്മേ? സോമ ചിണുങ്ങി. അന്ന് ഒരുപാട് വേഷം കെട്ടി ചെന്ന് നിന്നതല്ലേ, എന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? അതുപോലൊന്നും ആവില്ല ഇത്, നങ്ങേമ്മ പറഞ്ഞു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഉത്രത്ത് മനയ്ക്കൽ നിന്ന് വെറുതെ വന്ന് പെൺകിടാവിനെ കണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഈ ഒരു വരവേ ഉണ്ടാകൂന്ന്, ഇനിയും പെൺകൊടക്കേ വരുമെന്ന് ഹരിഗോവിന്ദ പറഞ്ഞിരിക്കണു അത്രേ. ആ മുഖത്ത് നിറഞ്ഞ ഉത്സാഹം. അമ്മയുടെ ആ ഉത്സാഹം കണ്ട് സോമയിലും ഒരു ഉണർവുണ്ടായി. അവൾ താമരയെ നോക്കി. കുട്ടി വരൂ. താമര സോമയുടെ കൈ പിടിച്ചു. ഞാനൊരുക്കാം, വേഗം വേണം, നങ്ങേമ്മ അറിയിച്ചു. ഹരിഗോവിന്ദനും ഡ്രൈവറും മാത്രമേ വന്നിട്ടുള്ളൂ. ഊണ് കഴിക്കാനൊന്നും നിൽക്കണില്ല, ഉടനെ മടങ്ങണമെന്നാ പറഞ്ഞതേ. കസവ് സാരി മതിയെന്ന് സോമ അറിയിച്ചു. ഉടുക്കാതെ വെച്ചിരിക്കുന്ന ഒരെണ്ണം അലമാരയിലുണ്ടായിരുന്നു. അമ്മയുടെ അടിയലും പതക്കവും കഴുത്തിൽ കെട്ടി, കാതിൽ ശങ്കോല. ഏതോ കഴിഞ്ഞ കാലത്തുനിന്ന് ഇറങ്ങി വന്നതുപോലെയുണ്ട്. താമര കുസൃതിൽ ചിരിച്ചു. ആരും ശ്രദ്ധിക്കും, അതിന് ആകെ ഒരാളല്ലേ ഉള്ളൂ? സോമ ചോദിച്ചു. തനിച്ച് വന്നത് കുറ്റം പറഞ്ഞിട്ട് പോകാനായിരിക്കും. ഇല്ല, ഇത് നടക്കും, താമര ആശ്വസിപ്പിച്ചു. പക്ഷേ ഉള്ളിലൊട്ടും സന്തോഷം ഉണ്ടായില്ല. എന്തോ വിപത്താഗതമായതുപോലെ. സ്വയം കാർ ഓടിച്ചു വരുമായിരുന്ന ആൾ ഡ്രൈവറെ കൂട്ടിയത് എന്തിനാണാവോ? കൂടെ ബന്ധുക്കളാരും ഇല്ലാതാനും. പൂന്താനത്തെ മരുമകളായ താമര ഇവിടെ ഉണ്ടെന്ന് അയാൾ ഓർക്കാതെ വരില്ലല്ലോ. എന്തായിരിക്കുമോ മനോഗതം? എനിക്കെന്തോ വല്ലാത്തൊരു പേടി. പൂമുഖത്തേക്ക് നടക്കുമ്പോൾ സോമ മന്ത്രിച്ചു. സോമയേക്കാൾ വിറയൽ താമരയ്ക്കായിരുന്നു. എങ്കിലും അവൾ സോമയെ സമാധാനിപ്പിച്ചു. ഒരാലോചന തെറ്റിപ്പോയതുകൊണ്ടുള്ള ഭയം അത്. 10 മിനിറ്റിനുള്ളിൽ മാറിക്കിട്ടും. പൂമുഖ വാതിലിൻ്റെ മറ വരെ താമര തുണ ചെന്നു. ഇനി കുട്ടി നടന്നോളൂ. അവൾ വാതിലിന് പിന്നിൽ നിന്നു. എന്തേ നിന്ന് കളഞ്ഞത്? പേശമടന്ത? ഉണ്ണിമായ ചോദിച്ചു. കൂടെ ചെല്ലാമായിരുന്നില്ലേ? എങ്കിൽ നിന്നെ മതിയെന്ന് പറഞ്ഞേനെ. ഉത്രത്തെ ഉണ്ണി അണിഞ്ഞൊരുങ്ങി എവിടെ മുൻപന്തിയിൽ എത്തിക്കോളും. തുണ ചെല്ലേണ്ടവൾ മൂത്ത ആളാണെന്നുള്ള കാര്യം അറിയാഞ്ഞിട്ടോ അതോ അഹമ്മതിയോ? പിന്നെ തിരിഞ്ഞ് ലതയോട് അപേക്ഷിച്ചു. ഒന്ന് തുണ ചെല്ലു ലതയേട്ടത്തി, കുട്ടിയെ തനിച്ചാണോ അയക്കുക? പട്ടെടുത്ത് ഒരുങ്ങി നിന്ന ലത സോമയുടെ കൈ പിടിച്ച് പൂമുഖത്തേക്ക് നടന്നു. താമരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കരയാൻ പറഞ്ഞതൊന്നുമല്ല ഞാൻ, ഉണ്ണിമായ പറഞ്ഞു. എല്ലാറ്റിനും ഓരോ മുറയുണ്ട്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു മുറ. താമര കണ്ണു തുടച്ചു. അതെങ്ങനെ അറിയാനാ? ഉണ്ണിയുമായ ചെറി കൂട്ടി. പൂന്താന ഇല്ലത്ത് ഒക്കെ മറിച്ചാൻ കീറിച്ചാനല്ലേ? ഏട്ടേ, ഇവിടെ അരിയിട്ട് വാഴിക്കാനായിരുന്നല്ലോ ഉദ്ദേശം. അത് നടക്കാത്തതിൻ്റെ നീരസം ഉണ്ടാവും ഉള്ളിൽ. താമര മറുപടി പറയാൻ പോയില്ല. എന്നിട്ട് ഉണ്ണി വിട്ടില്ല. എല്ലാം വിടാതെ കെട്ടാതെ കുഞ്ഞൂട്ടൻ്റെ കാതിലെത്തിക്കുമെന്നറിയാം. ചിലപ്പോൾ 1ന് 10 ഇരട്ടിയുമാവും. അതുകൊണ്ടാണല്ലോ പരിണയം കഴിഞ്ഞതോടെ അവൻ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഈർഷ്യ. അതുകൊണ്ട് എനിക്കെന്താ? എനിക്കൊന്നുമില്ല. കുഞ്ഞൂട്ടനെ മാത്രമല്ല, ദാസനും ഈ ഇടയായി എൻ്റെ അടുത്തൊരു മുറുമുറുപ്പാ. കാരണമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷേ ഒരു കാര്യം, നീ ഒരു സുന്ദരി കോത കാരണം രാമലക്ഷ്മണന്മാരെ പോലെ കഴിയണം. അവര് ഏട്ടനെ അനിയനെയും തമ്മിൽ തല്ലിക്കരുതെന്ന് മാത്രം. ഒന്നുകൂടി, അവര് മാത്രമല്ല, ഇവിടെ വേറെയുമുണ്ട് ആണുങ്ങൾ. ഉണ്ണിയേട്ടത്തി പറഞ്ഞതൊന്നും താമരയ്ക്ക് മനസ്സിലായില്ല. അത് മൊത്തം അവഗണിക്കുകയാണ് അവൾ ചെയ്തത്. അവരുടെ വാക്കുകൾക്ക് കുഞ്ഞൂട്ടേട്ടയോ അമ്മയെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും താമരയ്ക്ക് അറിയാമായിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നാണം കലർന്നൊരു പുഞ്ചിരിയോടെ സോമ തിരിച്ചെത്തി. ഒപ്പം ലതയും നങ്ങേമ്മയും ഉണ്ടായിരുന്നു. ഇഷ്ടമായോ എൻ്റെ മോൾക്ക്? സോമയുടെ താടി പിടിച്ചുയർത്തി കൊഞ്ചലോടെ ഉണ്ണിമായി തിരക്കി. ഒരു നോക്കേ ഞാൻ കണ്ടുള്ളൂ, സോമ പറഞ്ഞു. അല്ലെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് എന്താ പ്രസക്തി? എന്നെ ഇഷ്ടമായോ എന്ന് തിരക്കിയാൽ മതി. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾ ഇട്ടിവാസുവേട്ടനായാൽ പോലും ഞാൻ സഹിക്കാം. എന്തിനാ എവിടെ ഇട്ടിവാസുവിനെ വലിച്ചഴിക്കണത്? ഉണ്ണിമായ ചോദിച്ചു. ഞങ്ങളത് വിട്ടു. ഇട്ടിവാസുവിന് ദാസേട്ടൻ വേറെ പെണ്ണ് തേടണുണ്ട്. ചട്ടുകാലിയോ കോങ്കണ്ണിയോ ആയാലും വേണ്ടിയില്ല. അതിനെ നോക്കാൻ ഒരാൾ മതിയല്ലോ. ഹരിഗോവിന്ദൻ മടങ്ങിയതും പൂമുഖത്ത് നിന്ന് വാർത്ത വന്നു. സോമയെ അയാൾക്ക് ഇഷ്ടമായി. നിബന്ധനകളൊന്നുമില്ല. എത്രയും പെട്ടെന്ന് വേളി നടത്തണമെന്നാ പറഞ്ഞത്. ഹരദേവതകളെ, നെഞ്ചിൽ കൈ ചേർത്തു നങ്ങേമ്മ കരഞ്ഞു. എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. നാണത്തോടെ മുഖം പൊത്തിക്കൊണ്ട് സോമബാല താമരയോട് പറഞ്ഞു. എന്നെ ഇഷ്ടാവുമെന്നോ ഈ പെൺകൊട നടക്കുമെന്നൊന്നും ഞാൻ നിരീക്ഷിച്ചതേയില്ല. ഒക്കെ കുട്ടിയുടെ ഭാഗ്യം, അത്രേ താമരയ്ക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ രാത്രി കിടക്കറയിൽ വെച്ചു അവൾ എല്ലാം കുഞ്ഞൂട്ടനെ അറിയിച്ചു. ഒന്നും കൂട്ടാതെ അല്പവും കിഴിക്കാതെ. എന്നെ വേളി കഴിക്കാൻ താല്പര്യം കാണിച്ചു എന്നല്ലാതെ തെറ്റൊന്നും എനിക്ക് പറയാനില്ല. സോമയെ വേൾക്കാൻ അതൊരു അയോഗ്യതയെ കരുതുകയും അരുത്.
എത്രയോ ആലോചനകൾക്ക് ശേഷമാണ് ഒരാൾ ഒരു പെൺകിടാവിനെ വേളി കഴിക്കണത്. കുഞ്ഞൂട്ടേട്ടൻ തന്നെ പലരെയും കണ്ടതല്ലേ? അങ്ങനെ പറയരുത്. കുഞ്ഞൂട്ടൻ്റെ മുഖത്ത് ഗൗരവം കനം വെച്ചു. ഒരു സാധാരണ വേളി ആലോചന ആയിരുന്നില്ലല്ലോ ഇത്. നിന്നെ മോഹിച്ച് പിന്നാലെ നടക്കുമായിരുന്നില്ലേ? അയാൾ നല്ലവനായിരുന്നെങ്കിൽ താൻ മോഹിച്ച പെൺകുട്ടി മറ്റൊരു പുരുഷനോടൊപ്പം താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരാൻ അയാൾ ആഗ്രഹിക്കില്ലായിരുന്നു. ഇതാണെങ്കിൽ വെറുമൊരു സന്ദർശനവും അല്ലല്ലോ. അയാൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവാവുകയല്ലേ. ഇനി നിങ്ങൾ കൂടെ കൂടെ പരസ്പരം കാണേണ്ടതായി വരും. താമരയ്ക്ക് അയാളെ ഒഴിവാക്കാനുമാവില്ല. താമരയോടുണ്ടായിരുന്ന അയാളുടെ പഴയ താല്പര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലോ? അതുകൊണ്ടുകൂടിയാണ് അയാൾ ഈ വേളിക്ക് താല്പര്യം കാണിച്ചതെങ്കിലോ? താമര തീർത്തും ധർമ്മസങ്കടത്തിലായി. അവളുടെ തൊണ്ടയിടറി. കുഞ്ഞൂട്ടേട്ടയോട് ഇത് പറയണോ വേണ്ടേന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. സോമയെ കാണാൻ അയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു വിഷയമേമല്ല. വിവാഹത്തിന് മുമ്പേ പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന പെൺകുട്ടികൾക്ക് എത്രയോ സ്നേഹാഭ്യർത്ഥനകളെ നേരിടേണ്ടി വരാം. അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ താലി കെട്ടിയ പുരുഷനെ അറിയിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇതിലും വലിയ ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോ പറഞ്ഞത് നന്നായി താമര. കുഞ്ഞൂട്ടൻ ആ ചുമലിൽ തഴുകി. നീ അത് മറച്ചിരുന്നെങ്കിൽ അതൊരു വലിയ കുറ്റമായി മാറിയേനെ. പക്ഷേ ഇതിൻ്റെ പേരിൽ ഈ ആലോചന നമുക്ക് മാറ്റിവെക്കാനാവില്ലല്ലോ കുഞ്ഞൂട്ടട്ടെ. താമര പറഞ്ഞു. സോമയും അമ്മയൊക്കെ വല്ലാതെ ആഗ്രഹിച്ചിരിക്കുക. എന്ന് വെച്ചോ? കുഞ്ഞൂട്ടൻ താമരയെ നോക്കി. പെൺകൊട കഴിഞ്ഞ് ഹരിഗോവിന്ദൻ ആ പഴയ ആഭിമുഖ്യം ഏതെങ്കിലും തരത്തിൽ നിന്നോട് പ്രകടമാക്കിയാലോ? നിനക്കും എനിക്കും അത് സഹിക്കാനാവില്ല. അയാളെ പുറത്താക്കാനും നമുക്കാവില്ല. സോമയ്ക്ക് വല്ല സംശയം തോന്നിയാൽ അതായിരിക്കും വലിയ ദുരന്തം. കാരണം അവൾ നിരപരാധിയല്ലേ. അതുകൊണ്ട് താമരയ്ക്ക് കരച്ചിൽ വന്നു. അതുകൊണ്ട് നമുക്കിതൊന്നുകൂടി ആലോചിക്കണം. കുഞ്ഞൂട്ടൻ്റെ സ്വരം ഉറച്ചു. ഒരിക്കൽ എന്നോട് താല്പര്യം കാണിച്ചു എന്ന ഏക കാരണത്താൽ സോമയ്ക്ക് അയാൾ അയോഗ്യനാവുമോ? അങ്ങനെയല്ല അതിൻ്റെ തത്വം. കുഞ്ഞൂട്ടൻ പറഞ്ഞു. താമരയോട് അയാൾ താല്പര്യം കാണിച്ച കാര്യം താമരയ്ക്കറിയാം. ഇപ്പോൾ എനിക്കും അറിയാം. അയാളുമായി അടുത്തിടപഴകുമ്പോൾ നമ്മളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ ആലോചിക്കണത്. നമ്മളൊക്കെ വെറും സാധാരണ മനുഷ്യരാ. ഇനി അയാൾ തീർത്തും മര്യാദക്കാരനാണെന്ന് തന്നെ വിശ്വസിക്കാം. എന്നാലും എൻ്റെ ദുർബല മനസ്സിന് അയാളെ വിശ്വസിക്കാനാവുമോ? താമരയ്ക്ക് ഉത്തരമില്ലാതായി. സാരമില്ല, കുഞ്ഞൂട്ടൻ അറിയിച്ചു. അതേക്കുറിച്ചൊന്നും ആലോചിക്കാതെ കുട്ടി ഉറങ്ങിക്കോളൂ. സോമയുടെ പെൺകൊട ഒരിക്കൽ കൂടി മാറിപ്പോകരുത്. താമര അപേക്ഷിച്ചു. സോമയ്ക്കും അമ്മയ്ക്കും ഒന്നും അത് സഹിക്കാനാവില്ല. നമ്മളെയും തെറ്റിദ്ധരിക്കും. എല്ലാം അറിഞ്ഞുകൊണ്ടും ഞാനെല്ലാം തുറന്നു പറഞ്ഞത്. എൻ്റെ കുഞ്ഞൂട്ടേട്ടൻ അറിയാത്ത ഒന്നും എൻ്റെ മനസ്സിലുണ്ടാവരുതെന്ന് കരുതിയ. കുട്ടി ഉറങ്ങിക്കോളൂന്നേ. താമരയുടെ ചുമലിൽ തട്ടിക്കൊണ്ട് കുഞ്ഞൂട്ടൻ. രാവിലെ അയാൾ കോളേജിൽ പോയി. താമരയുടെ ഉള്ളിൽ തീയായിരുന്നു. നരഹരി പെൺകൊടയുടെ ക്ഷണക്കത്തുകൾ പ്രിന്റ് ചെയ്യാൻ ഏൽപ്പിച്ചു. ഭവദാസനെയും ഉണ്ണിമായെയും കൂട്ടി നങ്ങേമ്മ ശ്രീമംഗലത്തിൽ ചെന്നു കണ്ടു. പരിഭ്രമം വേണ്ട, ഇത് നടക്കും. കുട്ടിക്ക് വിധിച്ചത് ഇയാളെ തന്നെയാണ് ശ്രീമംഗലം പ്രവചിച്ചു. നിറഞ്ഞ സന്തോഷത്തോടെയാണ് നങ്ങേമ്മ ഇല്ലത്ത് മടങ്ങിയെത്തിയത്. എന്നാൽ കുഞ്ഞൂട്ടൻ കോളേജിൽ നിന്ന് എത്തിയത് സോമയ്ക്ക് മറ്റൊരാലോചനയായിട്ടായിരുന്നു. ഇതിനെന്തിപ്പോൾ തെറ്റ് ഹരിഗോവിന്ദൻ്റെതിന്? കുഞ്ഞൂട്ടനോട് ഒരിക്കലും കയർത്തിട്ടില്ലാത്ത നങ്ങേമ്മയുടെ പുരുകം ചുളിഞ്ഞു. തെറ്റുണ്ട്, അത് വേണ്ട, കുഞ്ഞൂട്ടൻ പറഞ്ഞു. നങ്ങേമ്മ പകച്ചുപോയി. എങ്കിലും ഒരു നിമിഷം കഴിഞ്ഞതും ആ സ്വരം ഉയർന്നു. ഞാൻ ജീവിച്ചിരിക്കണ്ടെന്ന് വെച്ചാൽ ഇതേ നടക്കൂ. അമ്മയിലെ ഭാവമാറ്റം കുഞ്ഞൂട്ടന് വിശ്വസിക്കാനായില്ല. താമരയ്ക്കും. എന്നാൽ ഉണ്ണിമായ്ക്കും ലതയ്ക്കും വലിയ സന്തോഷമായി. അമ്മ ആദ്യമായി കുഞ്ഞൂട്ടനോട് കയർത്ത് സംസാരിച്ചല്ലോ. ഇതൊരു നല്ല തുടക്കമാണ്. ഉത്രത്ത് മനയിലെ ആളുകളുമായുള്ള വേളിക്ക് തെറ്റുണ്ടെന്ന് കുഞ്ഞൂട്ടേട്ടൻ പറഞ്ഞപ്പോൾ തകർന്നത് സോമബാലയാണ്. എന്നാൽ അമ്മയുടെ മറുപടി കേട്ടതും അവൾ ഊർജ്ജസ്വലയായി. കുഞ്ഞൂട്ടേട്ടയോട് കറുത്ത ഈർഷ്യയുമായി. ഈ പെൺകുട മുടക്കിയിട്ട് ഏട്ടൻ എന്താണാവോ നേട്ടം? അതോ താമരയേട്ടത്തിയാണോ ഇതിന് പിന്നിൽ? പൂന്താനത്തുനിന്ന് വന്ന ആലോചന മുടങ്ങിപ്പോയതിൽ അവർക്ക് പ്രയാസമുണ്ടാവാതിരിക്കില്ല. തനിക്ക് പെൺകുടയെ നടക്കരുതെന്നാവും ആഗ്രഹം. ഇത്ര നീചമാണോ മനസ്സ്? ഇല്ലെങ്കിൽ പിന്നെ എന്തു കുറ്റമാണ് കുഞ്ഞൂട്ടേട്ടൻ ഈ ആലോചനയിൽ കണ്ടത്? അമ്മയ്ക്ക് എന്തേ ഇത്ര പിടിവാശി ഇത് നടത്തണമെന്ന്? കുഞ്ഞൂട്ടൻ നങ്ങേമ്മയെ നോക്കി. എനിക്കൊരു പിടിവാശിയില്ല, നങ്ങേമ്മ പറഞ്ഞു. എൻ്റെ കുട്ടിയുടെ പെൺകൊട എത്രയും നേരത്തെ നടത്തണം എന്ന നിർബന്ധമേ ഉള്ളൂ. അതിനച്ഛനില്ല. ഏട്ടന്മാരായ നിങ്ങളാച്ച അക്കാര്യത്തിൽ യാതൊരു ശുഷ്കാന്തിയില്ല. ഞാൻ പിന്നെ എന്താ കാട്ടുക? ഉത്രത്തെന്നുള്ള ആലോചനയ്ക്ക് ആരും ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞില്ല.
ഉദ്യോഗസ്ഥനല്ലെന്നേ ഉള്ളൂ, പഠിപ്പുണ്ടല്ലോ വേണ്ടത്ര. ഇവിടെയും എല്ലാവർക്കും ഉദ്യോഗമൊന്നും ഇല്ലാലോ. ദാസനാച്ച പഠിപ്പ് പോലും കുറവ്. നമ്മൾക്ക് ഇല്ലാത്തത് മറ്റുള്ളവർക്കുണ്ടാവണമെന്ന് എന്തിനാ ശടിക്കണത്? ഷാട്ടിയൊന്നും അല്ല, കുഞ്ഞൂട്ടൻ പറഞ്ഞു. കുറച്ചുകൂടി നല്ലൊരാലോചന വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഏട്ടൻ ആദ്യം പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, സോമ ചോദിച്ചു. ഈ ആലോചനയിൽ എന്തോ തെറ്റുണ്ടെന്നല്ലേ? തെറ്റെന്നല്ല ഉദ്ദേശിച്ചത്, കുഞ്ഞൂട്ടൻ ഒന്ന് പതറി. ഇതിലും നല്ല ആലോചന വേറെ ഉണ്ടെന്ന്. നിനക്കൊരു സൽഗതി വരാനല്ലേ എനിക്കും ആഗ്രഹം. എനിക്കിനി വേറെ ആലോചന വേണ്ട. സോമ മുഖം വെട്ടിത്തിരിച്ചു. ഓരോരുത്തനെ വിളിച്ചോണ്ട് വാ, അണിയിച്ചൊരുക്കി മുന്നിൽ കൊണ്ട് നിർത്തുക. പിന്നെ ഓരോ കാരണവും കൂടാതെ വേണ്ടാന്ന് വെക്കുക. ഞാൻ എന്താ ജംഗമ വസ്തുവോ? അവൾ അകത്തേക്ക് ഓടിപ്പോയി. ഹരിഗോവിന്ദനെ സോമയ്ക്ക് വല്ലാതെ ഇഷ്ടമായിരിക്കണമെന്ന് കുഞ്ഞോട്ടന് മനസ്സിലായി. വേദവ്യാസനെ അവൾ ഇതേപോലെ ഇഷ്ടപ്പെട്ടതാണ്. സോമയുടെ പ്രായം അതാണ്. ഭംഗിയുള്ള മുഖമുണ്ടായാൽ എല്ലാമായി എന്നാണ് കുട്ടിയുടെ വിചാരം. മറ്റൊന്നും അവൾ ആലോചിക്കണില്ല. ഇനിയിപ്പോൾ വേറെ ആലോചനകളൊന്നും വേണ്ട കുഞ്ഞൂട്ടാ. നങ്ങയമ്മയുടെ സ്വരത്തിന് ഒരല്പം മയം വന്നു. സോമയുടെ ഷാട്ടിയും കൊണ്ടല്ല ശ്രീമംഗലം പറഞ്ഞത് ഇത് നടക്കൂന്ന. ഇതിന് അത്ര ദോഷമൊന്നും ഇല്ലാത്രേ. ഇനി മറ്റൊന്നാലോചിച്ചാൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്നൊരു സൂചനയുണ്ടായിരുന്നു ആ വർത്തമാനത്തിൽ. നടക്കൂന്ന് ഉറപ്പിച്ചു പറഞ്ഞോ? കുഞ്ഞൂട്ടൻ അമ്മയെ സൂക്ഷിച്ചു നോക്കി. ഉറപ്പിച്ച് തന്നെയാ പറഞ്ഞത്. എന്തേ നിനക്ക് ഇത്ര സംശയം? പൂന്താനത്തെ വ്യാസനെക്കുറിച്ച് കേട്ടതുപോലെ ഇയാളെക്കുറിച്ചും വല്ലതും കേട്ടോ? കേട്ടെങ്കിൽ പറഞ്ഞോളൂ, പക്ഷേ കേട്ടത് സത്യമായിരിക്കണം. ഓരോരോ കാരണം പറഞ്ഞ് വരണ ആലോചനകളൊക്കെ തട്ടി നീക്കിയാൽ മറ്റുള്ളവർക്കതൊരു തരമാവും. ഇതിനെ അടുക്കടയ്ക്കുള്ളിൽ തളച്ചിട്ടിട്ട് സ്വത്തപഹരിക്കാമെന്ന വിചാരക്കാരും ഉണ്ടിവിടെ. എന്നെ ആവും ഉദ്ദേശിച്ചത്. ഉണ്ണിമായ മുഖം കനപ്പിച്ചു. എന്ത് വിഷയം പറഞ്ഞാലും എനിക്കിട്ടൊരു കുത്തുണ്ടാവും ഒടുവിൽ. ഈ അമ്മ തന്നെയാണോ എന്നെ പെറ്റതെന്നാ എനിക്ക് സംശയം. ഉണ്ണിമായയും തിരിഞ്ഞ് അപ്പുറത്തേക്ക് പോയി. എന്താ നീയൊന്നും മിണ്ടാത്തത്? നങ്ങേമ കുഞ്ഞൂട്ടനോട് ചോദിച്ചു. വേറെ പെൺകൊടെ ആലോചിക്കാൻ ഹരിഗോവിന്ദന് വല്ല തെറ്റോ കുറ്റോ ഉണ്ടായോ? എന്തു പറയണമെന്ന് കുഞ്ഞൂട്ടൻ ആലോചിച്ചു. മുൻകൂർ ഒരു മറുപടി കണ്ടുവച്ചിരുന്നില്ല. കുഞ്ഞൂട്ടനിൽ നിന്ന് ഉത്തരം വരാൻ വൈകിയപ്പോൾ നങ്ങേമയുടെ മിഴികൾ താമരയിലായി. താമര പതർച്ചയിൽ മുഖം കുനിച്ചു. എന്തെങ്കിലും ഒന്ന് പറയും കുഞ്ഞൂട്ടാ. നങ്ങേമയ്ക്ക് തിടുക്കമായി. വിവാഹാഭ്യർത്ഥനയുമായി പെൺകുട്ടികളുടെ പിന്നാലെ നടക്കണ ഒരു ശീലം അയാൾക്കുണ്ടെന്ന് കേട്ടു. നേരാണോന്ന് എനിക്കറിയില്ല. കുഞ്ഞൂട്ടൻ കൈമലർത്തി. നങ്ങേമ ഒന്ന് ആലോചിച്ചു. അടുത്ത നിമിഷം ആ മുഖം മുറുകി. അത് ശരിയായിരുന്നിരിക്കട്ടെ. വേളി കഴിയും മുമ്പ് ആൺകുട്ടികൾ ചിലപ്പോൾ പെൺകിടാങ്ങളെ പിന്നാലെ നടന്നുന്നിരിക്കും. വ്യാസൻ കാട്ടിയത് തന്നെ ഒരു തെറ്റായി എന്ന് ഞാൻ നിരീക്കണില്ല. പരാതിയുമായി പെൺകുട്ടികൾ ഈ ഇല്ലത്തേക്ക് വരാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ അച്ഛാ അങ്ങനെ. കുഞ്ഞൂട്ടൻ തലകുലുക്കി. ഒക്കേറ്റിനും ഓരോ യോഗമുണ്ട്. അത് തട്ടി മാറ്റാൻ ആർക്കാ ആവുക? അയാൾ നടന്നു. പുറകെ താമരയും. നങ്ങേമയും വായ തുറന്നു നിന്നു. ആദ്യത്തെ തൻ്റെ ഇടം അവരെ വിട്ടകുന്നു. ഈശ്വര, വല്ല കുഴപ്പമുണ്ടാവുമോ? ഇല്ലാച്ചാ കുഞ്ഞൂട്ടൻ ഇടപെടില്ലാലോ. അമ്മയ്ക്കും സോമയ്ക്കും നിർബന്ധാച്ചാ ഇത് തന്നെ നടക്കട്ടെ. കുഞ്ഞൂട്ടൻ താമരയോട് പറഞ്ഞു. നമ്മളായി ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ കാഴ്ചയിൽ ഇത് നല്ല ആലോചനയാണ്. സത്യം നമുക്കാരോട് തുറന്നു പറയാനും കഴിയില്ലാലോ. വരാനുള്ളതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അത് മതി. താമരയും സമ്മതിച്ചു. ഇല്ലാച്ചാ അനുജത്തിക്ക് വന്ന നല്ലൊരാലോചന നമ്മളായി മുടക്കിയെന്ന് വരും. അതേതായാലും വേണ്ട. പിന്നെ ഹരിഗോവിന്ദൻ എന്നാൾ എൻ്റെ കാഴ്ചപ്പാടിൽ ദുഷ്ടനൊന്നുമല്ല. വേളി ആലോചിച്ച് നടന്നില്ല, അത്രയല്ലേ ഉള്ളൂ. എല്ലാ കുഞ്ഞൂട്ടേട്ടൻ അറിയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. അത്താഴം കഴിഞ്ഞ് നരഹരി മെല്ലെ കുഞ്ഞൂട്ടനെ സമീപിച്ചു. എന്താ കുഞ്ഞൂട്ടാ, ഉത്രത്തെ നമ്പൂതിരിക്ക് കുഴപ്പം? ഇനിയിപ്പം ഇതിലും നല്ലൊരാലോചന സോമയ്ക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? അത് ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ചിലതൊക്കെ കേട്ടപ്പോൾ കുഞ്ഞൂട്ടൻ പാതിയിൽ നിർത്തി. പലതും കേൾക്കും. ചിരിയോടെ നരഹരി കുഞ്ഞൂട്ടൻ്റെ ചുമലിൽ തട്ടി. തന്നെക്കുറിച്ച് തന്നെ എന്തൊക്കെ കേട്ടു? അതിൽ വല്ല വാസ്തവമുണ്ടോ? ഛർദ്ദിച്ചതിൽ കറുത്ത ചോറുണ്ടായാൽ അത് കാക്കയാണെന്ന് പറയണതാ നമ്മുടെ ജനം. അത് പിന്നെ 2 കാക്കയാവും. കാക്ക മലർന്ന് പറക്കുകയും ചെയ്യും. എന്താ? സമ്മതത്തിൽ കുഞ്ഞൂട്ടൻ തലകുലുക്കി. ഈ പെണ്ണെന്ന വർഗമുണ്ടല്ലോ, പുരുഷന്റെ 99% കുറ്റങ്ങളും മറുചെവി അറിയാതെ ഒതുക്കത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണവരാ. നരഹരി പറഞ്ഞു. സോമയും അത് തന്നെ ചെയ്തോളും. അവളാണെങ്കിൽ അയാളുടെ വാചകത്തിൽ വീണമട്ട. നടക്കട്ടടാ, താൻ ഇനി തടസ്സം പറയുകയും വേണ്ട. വേറെ ആലോചനകളൊന്നും വരാതിരിക്കുകയും ചെയ്താൽ പഴി മുഴുവൻ തൻ്റെ നെറുകയിലാവും. സോമ നമ്മുടെ എല്ലാവരുടെ ഉള്ള കുട്ടിയാ. ഇപ്പം നടന്നില്ലാച്ചാ ഇനി പെൺകൊട നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന്
ശ്രീമംഗല അമ്മയോട് പറഞ്ഞത്രേ. താനൊരു തടസ്സം പറയണത് കേൾക്കാനിരിക്കുക ദത്തനും ഉണ്ണിയും ലതയൊക്കെ. എനിക്ക് തടസ്സമില്ല, ശബ്ദമുയർത്തിയാണ് കുഞ്ഞൂട്ടൻ അറിയിച്ചത്. പിന്നെയെല്ലാം തിടുക്കത്തിൽ നീങ്ങി. സോമബാലയ്ക്ക് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ താമരയോട് ഒരല്പം പിണക്കമുണ്ടായിരുന്നു. കുഞ്ഞൂട്ടേട്ടയുടെ തടസ്സത്തിന് പിന്നിൽ താമരേട്ടത്തെയാണെന്ന് തന്നെ അവൾ സംശയിച്ചു. നങ്ങേമ്മയ്ക്കും ഒരു ശങ്ക തോന്നാതിരുന്നില്ല. എങ്കിലും അവർ പുറമേ ഭാവിച്ചില്ല. സോമയ്ക്കുള്ള ആഭരണങ്ങൾ എടുത്തു വെച്ചപ്പോൾ ഉണ്ണിമായ കണ്ണുമിഴിച്ചു. ഹരിഗോവിന്ദന് തുണിക്കടയാണെന്നല്ലേ പറഞ്ഞത്? സ്വർണ്ണക്കടയല്ലല്ലോ, പിന്നെന്തിനാ ഇത്രയധികം സ്വർണം? ഇത് മുഴുവൻ എൻ്റെയാ, നങ്ങേമ്മ പറഞ്ഞു. എനിക്കുള്ളതെല്ലാം എൻ്റെ സോമയ്ക്കുമാ. അപ്പോൾ ഞാൻ ഒഴുകി വന്നതാണോ? ഉണ്ണിമായ ചോദിച്ചു. അന്നത്തെ സ്ഥിതിക്ക് അനുസരിച്ച് നിനക്കും തന്നതല്ലേ, അതിൽ പാതിയും കാണാനില്ലാലോ. വിറ്റ് തിന്നാനല്ല മാതാപിതാക്കൾ പെൺമക്കൾക്ക് സ്വർണം കൊടുക്കണത്, അവർ അണിഞ്ഞു കാണാനാ. ഒന്നും വിറ്റ് തിന്നിട്ടില്ല ഞങ്ങൾ, ഉണ്ണി പറഞ്ഞു. പകുതിയും പണയത്തില്ല. അതെടുപ്പിക്കാൻ കുറച്ച് രൂപ ചോദിച്ചതല്ലേ ഞാൻ. അമ്മ തന്നോ? തന്നില്ല, നങ്ങേമ്മ പല്ലിറുമി. തരയില്ല. അതൊക്കെ ബാങ്കുകാർ ലേലത്തിൽ വിൽക്കട്ടെ. അർഹതയില്ലാത്തവർക്ക് എന്ത് നൽകിയാലും അവർ അത് നഷ്ടപ്പെടുത്തും. ഉണ്ണിമായ തോറ്റു. നാടടക്കം ക്ഷണിച്ചുള്ള പെൺകൊടയാണ്. 3 ആഴ്ച എടുത്തു പന്തൽ പണിക്ക്. ഇല്ലത്തിൻ്റെ മുറ്റങ്ങളും തൊടിയും നിറഞ്ഞുള്ള പന്തൽ. ബ്രാഹ്മണർക്കും അബ്രാഹ്മണർക്കും പ്രത്യേകം ദേഹണ്ണപ്പുര. സോമയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയതും അണിയിച്ചൊരുക്കിയതുമെല്ലാം ഉണ്ണിയും ലതയും ചേർന്നാണ്. താമരയെ ആരും വിളിച്ചില്ല. സോമ തന്നെ അവഗണിച്ചതിലായിരുന്നു അവൾക്ക് സങ്കടം. കുഞ്ഞൂട്ടൻ വേളിയെ ആശ്വസിപ്പിച്ചു. ഹരിഗോവിന്ദൻ്റെ ആലോചനയ്ക്ക് ഞാൻ തടസ്സം പറഞ്ഞതിൻ്റെ ദേഷ്യ. തന്നെ അവൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. സാരയില്ല, ഒക്കെ സാവധാനം ശരിയായിക്കോളും. വേളിക്ക് ഹരിഗോവിന്ദൻ്റെ ഇല്ലത്ത് നിന്ന് അടുത്ത ബന്ധുക്കളായി സഹോദരിയും സഹോദരിയുടെ നമ്പൂതിരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ കിടപ്പിലാണ്. വേളി കഴിഞ്ഞാൽ അമ്മയോപ്പോൾ അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. അപ്പോൾ ഉത്രത്ത് മനയിൽ ഹരിഗോവിന്ദനും സോമബാലയും മാത്രമാവും. അതിൻ്റെ അസൗകര്യം പരിഹരിക്കാൻ ഹരിഗോവിന്ദൻ സോമയോടൊപ്പം കറുത്തേടത്ത് പോന്നാലോ എന്നൊരാലോചന വന്നു. അതിനെന്താ, നങ്ങേമ്മയ്ക്കും സന്തോഷമായിരുന്നു. സോമ എൻ്റെ ഒപ്പം നിൽക്കണതാണ് എനിക്കും ഇഷ്ടം. എൻ്റെ 5 മക്കളും ഇവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ. 5 കുടുംബങ്ങൾക്ക് വാടാനുള്ള സൗകര്യമല്ല ഈ ഇല്ലത്തുള്ളത്. ഹരിഗോവിന്ദൻ കറുത്തേടത്തേക്ക് സ്ഥിരതാമസമാനത്തിന് വരുന്നത് അറിഞ്ഞപ്പോൾ അങ്കലാപ്പായത് താമരയാണ്. ഇതെല്ലാം മനഃപൂർവ്വം ഒരുക്കുന്ന കെണിയാണോ? കുഞ്ഞൂട്ടനോട് പക്ഷേ അവൾ അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോയില്ല. നിസ്സാര കാരണം മതി ആ മനസ്സുലേ. പെൺകൊടയുടെ സമയത്തും ഹരിഗോവിന്ദനോ താമരയോ അഭിമുഖം വന്നില്ല. പക്ഷെ അയാൾ ഇടയ്ക്കിടെ കണ്ണുകൾ ചുറ്റിച്ച് ആരെയോ തിരയുന്നതായി അവൾക്ക് തോന്നിയിരുന്നു. മൊതകുടിക്ക് വരുമ്പോൾ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും. അതിനെ ആണ് താമര ഭയന്നത്. മൊതകുടിക്ക് വന്നാൽ പിന്നെ സോമാത്തോല് മടങ്ങിയില്ലാത്രേ. ബാല്യക്കാരത്തെ ഉമ്മിണിയമ്മ താമരയോട് തിരക്കി. നേരാണോ ആവോ? അറിയില്ല ഉമ്മിണി, താമര ഒഴിഞ്ഞു. ഏതായാലും അതൊരു കുറച്ചില്ല, ഉമ്മിണിയമ്മ പറഞ്ഞു. ഉണ്ണിമായാത്തോലും ഇവിടെ തന്നെ നിൽക്കണു. പെൺകൊട കഴിഞ്ഞാലും പെൺകിടാങ്ങൾ സ്വന്തം ഇല്ലത്ത് തന്നെ നിൽക്കണത് കറുത്തേടത്ത് ഒരു മുറയായി ആളുകൾ കരുതിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്തൊന്നും ഇല്ലല്ലോ. കേട്ടുകൊണ്ടുവന്ന നങ്ങേമ്മ തട്ടിക്കേറി. എങ്കിലും നങ്ങേമ്മയുടെ ഉള്ളിൽ നേരിയൊരു അസ്കിത എഴഞ്ഞു. പെൺകൊട ഉറപ്പിക്കും മുമ്പ് ഇങ്ങനെയൊന്നും നിരൂപിച്ചിരുന്നില്ല. നല്ല ദിവസം നോക്കിയാണ് സോമബാലയും ഹരിഗോവിന്ദനും മൊതകുടിക്കെത്തിയത്. സോമ നമ്പൂതിരിക്ക് ഏട്ടത്തിമാരെ പരിചയപ്പെടുത്തി. ഇത് താമരേട്ടത്തി, കുഞ്ഞൂട്ടയുടെ വേളി. ആദ്യമായി കാണുക. താമരയെ നോക്കി ഹരിഗോവിന്ദൻ പുഞ്ചിരിച്ചു. ബാക്കി എല്ലാവരെയും നേരത്തെ പരിചയപ്പെട്ടു. താമരേട്ടത്തി എന്തേ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമായിരുന്നോ? എന്നെ പേടിയാ? അയാൾ ചിരിച്ചു. കൂടെ സോമയും. താമരയ്ക്ക് ഈ പുതിയ ഹരിഗോവിന്ദനെ മനസ്സിലായതേയില്ല. കുഞ്ഞൂട്ടയുടെ മുഖമാണെങ്കിൽ കടന്നൽ കുത്തിയതുപോലെയായി. ഒരു വിരുദ്ധനാണല്ലോ ഇയാൾ. കിടക്കറയിലെത്തിയപ്പോൾ കുഞ്ഞൂട്ടൻ താമരയോട് പറഞ്ഞു, ഒരു കള്ള തിരുമാലി. ആര്? താമര അത്ഭുതത്തിൽ കുഞ്ഞൂട്ടനെ നോക്കി. സോമയുടെ ആളെ, ഹരിഗോവിന്ദൻ. എന്തേ അങ്ങനെ തോന്നാൻ? താമരയെ ആദ്യമായി കാണുമെന്നല്ലേ അയാൾ പറഞ്ഞത്. അപ്പോൾ എന്തൊരഭിനയമായിരുന്നു ആ മുഖത്ത്. കുട്ടിയും കണ്ടതാണല്ലോ അത്. അയാളല്ല എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണ കാര്യം പാവ നമ്പൂതിരി അറിഞ്ഞിട്ടില്ല. സാധാരണ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും വിട്ടു തുറന്ന് പറയില്ലല്ലോ. ഞാൻ പറഞ്ഞത് അബദ്ധമായോ? പുഞ്ചിരിയോടെ താമര കുഞ്ഞൂട്ടനെ നോക്കി. പറഞ്ഞില്ലാച്ചാ എന്നേലും മറ്റൊരാൾ പറഞ്ഞ് ഇത് ഞാൻ അറിഞ്ഞാൽ അത് മതിയിട്ടോ എൻ്റെ താളം തെറ്റാൻ. സുന്ദരമായ കള്ളങ്ങളേക്കാൾ കുഴപ്പം പിടിച്ച സത്യങ്ങളെയാണ് ഞാൻ സ്നേഹിക്കണത്, അറിയാലോ. അതെനിക്കറിയാം. താമര മുഖം കുനിച്ചു.
പക്ഷേ സോമയുടെ ആളതൊളിച്ചത് കുഞ്ഞൂട്ടയുടെ അടുത്ത് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ലെന്നുള്ള വിചാരത്തിലാവും. എന്നെ വെറുതെ കുഴപ്പത്തിലാക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ നിരീച്ചൂടെ? അതിനും ഒരു ചാൻസ് ഉണ്ട്. ആലോചനയോടെയാണ് കുഞ്ഞൂട്ടൻ പറഞ്ഞത്. സത്യം അതല്ലാച്ചാലും അങ്ങനെ നിരീക്കണതാണ് ഇനി സുഖം. തൊണ്ടയിൽ പുഴുത്താൽ ഇറക്കാതെ തരമുണ്ടോ? ക്ഷീണഭാവത്തിൽ അയാൾ കിടക്കയിലേക്ക് മലർന്നു. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. താമര സ്നേഹപൂർവ്വം കുഞ്ഞൂട്ടൻ്റെ കാൽത്തണ്ടയിൽ തലോടി. ഞാനില്ലേ എൻ്റെ കുഞ്ഞൂട്ടേട്ടയ്ക്ക്. അമൃതമഴ പെയ്യുന്നത് പോലെയാണ് കുഞ്ഞൂട്ടൻ അനുഭവപ്പെട്ടത്. മനസ്സിൻ്റെ ഒരു കോണ് പോലും മൂടി വെക്കാതെ എല്ലാം തുറന്നു പറയണം. പതി അറിയാത്തതൊന്നും മനസ്സിൽ സൂക്ഷിക്കാത്ത ഏത് സമയത്തും സ്നേഹമയ്യായി ഒപ്പം നിൽക്കുന്നവളാണ് സഹധർമ്മിണിയെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു പെണ്ണൊപ്പമുണ്ടായാൽ ഒരു പുരുഷനും തെറ്റ് ചെയ്യില്ല, പരസ്ത്രീകളെ തേടില്ല, എത്ര വലിയ നിരാശയിലും ആത്മഹത്യ ചെയ്യില്ല. നോക്കൂ, താമര തുടർന്നു. ഹരിഗോവിന്ദൻ ആരായാലും അയാളുടെ ഉദ്ദേശം എന്തായാലും നമുക്കിനി അയാൾ സഹോദര തുല്യനാണ്. നമ്മുടെ സോമയുടെ ജീവിതവും സന്തോഷവും അയാളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് കുഞ്ഞൂട്ടേട്ടൻ മറക്കാൻ പാടില്ല. പിന്നെ ഹരിഗോവിന്ദനും ഞാനും മാത്രമല്ലല്ലോ ഈ ഇല്ലത്തുള്ളത്. ഇല്ലം നിറയെ ആളുകളില്ലേ? പിന്നെ എന്ത് വിക്രിയാണ് അയാൾക്ക് കാട്ടാനാവുക? എനിക്കാണെങ്കിൽ എന്നെ സർവാത്മന മനസ്സിലാക്കുന്ന എൻ്റെ കുഞ്ഞൂട്ടേട്ടയുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് വെറുതെ ഭയക്കണത്? നമ്മൾ ഭയക്കുമെന്ന് വരുമ്പോഴാണ് ആളുകൾ നമ്മളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുക. കുഞ്ഞൂട്ടൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. മിടുക്കി, എൻ്റെ താമര നന്നായി സംസാരിക്കണം. എന്നേക്കാൾ ബുദ്ധിയുള്ളവളാണ് നീ. അതുകൊണ്ട് നമുക്കിനി ഈ വിഷയം ഇടാം. സോമബാല നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു. ഉത്രത്തെ കാര്യങ്ങൾ പറയാൻ 100 നാവ്. നമ്മുടെ ഇല്ലത്തിൻ്റെ അത്ര വലിപ്പം ഇല്ല, വളപ്പൂ ഇത്രയില്ല. പക്ഷേ നമുക്കിവിടെ 5 ഭാഗം വെക്കണ്ടേ? അവിടെ ഹരിയേട്ടയും ഓപ്പോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഭാഗം വെച്ചാൽ മതിയല്ലോ. ഹരിയേട്ടയ്ക്കായിരുന്നു ഇല്ലം വെച്ചിരുന്നത്. അമ്മ കിടപ്പായതിനാൽ അമ്മയെ നോക്കാൻ ഓപ്പോൾ ഇല്ലത്തേക്ക് പോന്നു. അതുകൊണ്ട് ഇല്ല ഓപ്പോൾക്ക് കൊടുത്തിട്ട് ഓപ്പോളുടെ ഭാഗം ഇങ്ങോട്ടെടുക്കാനാ ഇപ്പോൾ ഹരിയേട്ടയുടെ പ്ലാൻ. എന്തിനെ അങ്ങനൊരു വെച്ചുമാറ്റം? ഉണ്ണിമായ ചോദിച്ചു. ഹരിയുടെ അമ്മയെ നിനക്ക് നോക്കിക്കൂടെ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ താമസിക്കാമല്ലോ. എനിക്കൊരു മടിയില്ല അമ്മയെ ശുശ്രൂഷിക്കാൻ. ഞാനത് ഹരിയേട്ടയോട് പറയുകയും ചെയ്തു. പക്ഷേ ഹരിയേട്ടൻ സമ്മതിക്കണ്ടേ? ഞാൻ കഷ്ടപ്പെടണത് ഇഷ്ടമില്ലാത്രേ. എപ്പോഴും അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടിരുന്നാൽ മതി ഇത്രേ, ഒരു പണിയും ചെയ്യണ്ടെന്ന്. അങ്ങനെ സ്നേഹമുള്ള ആണുങ്ങൾ, ലത പറഞ്ഞു. സോമ ഭാഗ്യവതിയാ, കണ്ടറിയാം. ഉണ്ണിമായ പരിഹാസത്തിൽ കൈമലർത്തി. ആദ്യ ദിവസങ്ങളിൽ എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തായിരുന്നു ഒരിക്കൽ ദത്തേട്ടയുടെ അവസ്ഥ? എനിക്ക് ചങ്ങലപ്പരണ്ട ചമ്മന്തിയിട്ട് കൂട്ടണമെന്ന് ആശ പറഞ്ഞപ്പോൾ അത് പടർന്നു കയറിയിരുന്ന ചൂണ്ടപ്പനയിൽ വലിഞ്ഞു കയറിയ ആളാ. ആദ്യത്തെ അസ്കിതയും വേണ്ടായികയും വന്നപ്പോൾ കാല് തടവണു, പുറം തടവണു, ഡോക്ടറെ വിളിക്കണു. ഈശ്വര, അന്നത്തെ ദത്തേട്ടൻ്റെ നൊസ് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ചിരി പൊട്ടും. എന്നുവെച്ചാ ഇപ്പോൾ ദത്തേട്ടയ്ക്ക് സ്നേഹമില്ലെന്നാണോ ഉണ്ണി പറയണത്? ലത ചോദിച്ചു. സ്നേഹമില്ലെന്ന് ആരും പറഞ്ഞില്ല എൻ്റെ പൊന്നേ. ലതയെ നോക്കി കണ്ണിറുക്കി ഉണ്ണി. പുത്തൻ പെണുകൊട കഴിഞ്ഞതിൻ്റെ വർണ്ണനകൾ കേട്ട് കാത് തഴമ്പിച്ചോണ്ട് പറഞ്ഞതാ ഞാൻ. കുനിഷ്ഠ, ഈ ഏട്ടത്തിയുടെ ഉള്ളു നിറയെ. സോമ കുഞ്ഞനം കുത്തി. ഏട്ടത്തിയോട് ഇനി ഒന്നും പറയാൻ വരണില്ല ഞാൻ. അവൾ എഴുന്നേറ്റ് പോയി. ആരെയും തലയിലെടുത്ത് വെക്കണ ശീലമില്ല എനിക്ക്, ഉണ്ണി പറഞ്ഞു. തലയിൽ പേറാതിരുന്ന കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് എടുത്ത് എറിയേണ്ട ആവശ്യം വരില്ലല്ലോ. സോമ നേരെ താമരയുടെ അരികിലെത്തി. താമരേട്ടത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കിള്ളി എന്നോട് തിരക്കുക. ഹരിയേട്ടനെ കുറിച്ച് താമരേട്ടത്തി എന്താ പറഞ്ഞതെന്ന്. ഞാൻ എന്താ പറയുക? താമര ചോദിച്ചു. എൻ്റെ സോമയ്ക്ക് നന്നായി ചേരണുണ്ട്, അല്ലാതെന്താ? അതുതന്നെയായിരിക്കും അറിയാൻ ആഗ്രഹിച്ചതും. മൊതകൊടിക്ക് വന്നപ്പോഴാത്രേ താമരേട്ടത്തെ ആദ്യമായി കാണുന്നത്. ഞാൻ പറഞ്ഞു വലിയ നാണക്കാരിയാണെന്ന്. അപ്പോൾ പറയാ കണ്ടാൽ എൻ്റെ സ്വന്തം ഏട്ടത്തി മാതിരി ഉണ്ടെന്ന്. ഉണ്ണിയേട്ടത്തേക്കാൾ ചായ നമ്മൾ തമ്മിലാണത്രേ. അത് നുണ. താമര ചിരിച്ചു. നുണയോ നേരോ? സോമയുടെ മുഖം മങ്ങി. ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞു എന്നത് നേര്. താമരേട്ടത്തിയുടെ അത്ര സൗന്ദര്യമൊന്നും എനിക്കില്ലാന്നറിയാം. സോമ പെട്ടെന്ന് പിണങ്ങുകയും പരിഭവിക്കുകയും ചെയ്യുന്ന തരമാണെന്ന് താമര മറന്നുപോയിരുന്നു. അവൾ സോമയെ ചേർത്ത് പിടിച്ചു. എന്താടാ ഇത്? നിന്റെ ചായ ഉണ്ടെന്ന് കേൾക്കണത് എനിക്ക് എത്ര സന്തോഷമാണെന്നറിയോ? രക്തത്തിൽ പിറന്ന സഹോദരങ്ങളില്ലാത്തവളാ ഞാൻ. എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ അനിയത്തിയാ, അതറിയോ? സോമയുടെ മുഖം തെളിഞ്ഞു. ഇങ്ങനൊരു മണ്ടിക്കുട്ടി. താമര ആ കവളിൽ നുള്ളി. സോമ പിന്നെയും ഹരിയേട്ടൻ്റെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി.
ഹരിയേട്ടൻ എന്നാൽ അവൾക്ക് കിറുക്കായിരിക്കണമെന്ന് താമരയ്ക്ക് ബോധ്യായി. എന്ത് സ്നേഹമാണെന്നോ ഹരിയേട്ടന്. ആ അമ്മയും ഓപ്പോളും എല്ലാം അങ്ങനെ തന്നെ. മുജ്ജന്മത്തിലെ ഏതോ പുണ്യം കൊണ്ടാ എനിക്ക് ഇങ്ങനെയൊരു ബന്ധം കിട്ടിയത്. വ്യാസേട്ടൻ്റെ ആലോചന മുടങ്ങിപ്പോയത് എത്ര നന്നായി എന്നാ ഇപ്പൊ തോന്നണത്. സോമയുടെ മനോഭാവത്തെക്കുറിച്ച് താമര കുഞ്ഞൂട്ടനെ അറിയിച്ചു. അവൾ സന്തോഷവതിയാ. അതുമാത്രം നോക്കിയാൽ മതി നമ്മൾ. മറ്റുള്ളവരുടെ സന്തോഷം കരുതിയിട്ടാവും ഞാനുമായുള്ള പഴയ പരിചയം ഹരിഗോവിന്ദൻ ഒളിച്ചതും. അത് നന്നായി എന്നാ എനിക്ക് ഇപ്പം തോന്നണത്. കുഞ്ഞൂട്ടൻ അതിന് മറുപടി പറഞ്ഞില്ല. താമരയെ തിരക്കി ഓർക്കാപ്പുറത്ത് ജയന്തൻ നമ്പൂതിരി കറുത്തേടത്തെത്തി. അമ്മാമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത് പോലെ താമരയ്ക്ക് തോന്നി. മരുമകളെ കണ്ടപ്പോൾ പൂന്താനത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മാമ്മയെ കുട്ടി മറന്നു ഇല്ലേ? താമരയ്ക്ക് വല്ലാത്ത സങ്കടമായി. പൂന്താനത്തേക്ക് പോയിട്ടും നാളുകളായി. അതോർത്തപ്പോൾ അവൾക്ക് ഉത്തരം മുട്ടി. സോമയുടെ പെൺകൊടയ്ക്ക് ഭവദാസൻ പൂന്താനത്ത് ചെന്ന് ക്ഷണിച്ചതാണ്. പക്ഷേ ആരും അവിടെ നിത്തിയില്ല. അമ്മാമ്മയ്ക്കെങ്കിലും ഒന്ന് വരായിരുന്നു എന്ന് കുഞ്ഞൂട്ടൻ പരിഭവം പറഞ്ഞിരുന്നു. കുട്ടിയുടെ അച്ഛൻ്റെ കത്തുണ്ടായിരുന്നു എനിക്ക്. ജയന്തൻ നമ്പൂതിരി തുടർന്നു. അയാൾക്ക് നിന്റെ വിവരങ്ങളൊന്നും അറിയില്ല. കൂടെ കൂടെ ഇങ്ങോട്ട് വരാനും മടിയുണ്ട്. വല്ലപ്പോഴും ഒരു കത്ത് എഴുതണതിൽ തെറ്റില്ലാലോ. അയാളെ അയച്ച ഫോണിലും കിട്ടൂലോ. സോമയുടെ പെൺകൊടയുടെയും മറ്റും തിരക്കിനിടയിൽ ഒന്നും കഴിഞ്ഞില്ല. താമര മുഖം കുമ്പിട്ടു. സാരയില്ല. പൂന്താനം വ്യസനത്തിൽ ചിരിച്ചു. നീ നിസ്സഹായാണെന്ന് എനിക്കറിയാം. അവിടുന്ന് ആരെയും സോമയുടെ പെൺകൊടയ്ക്ക് എത്തിയില്ലാലോ. താമര തിരക്കി. വരണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ സാവിത്രിയും വ്യാസനും പോകരുതെന്ന് തടഞ്ഞു. സാവിത്രിയുടെ തടസ്സം ഞാൻ അവഗണിച്ചേനെ. പക്ഷേ വ്യാസനെ എനിക്ക് ധിക്കരിക്കാനാവോ? കിടപ്പിലായാൽ നോക്കേണ്ടത് അവനല്ലേ. അത് പിന്നെ വിധിക്ക് വിടാന്ന് വെക്കാം. പക്ഷേ പിതൃതർപ്പണം എന്നൊന്നുണ്ടല്ലോ. അത് വേണ്ടാന്ന് വെക്കാനാവോ ഒരു ബ്രാഹ്മണന്? ഈ ലോകത്തിലും പ്രധാനമല്ലേ പരലോകം. ജയന്തൻ നമ്പൂതിരി തൊണ്ടയിടറി. അമ്മാമ്മയെ താമരയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവിടെ എന്തുണ്ട് അമ്മാമ്മ വിശേഷം? എന്താ ഞാൻ പറയുക? ആ കണ്ണുകളിൽ നനവ് പടർന്നു. ഉത്തരേട്ടത്തി ഇപ്പോഴും ഇല്ലത്തുണ്ടല്ലോ ഇല്ലേ? കമ്പ്യൂട്ടറിൻ്റെ എന്തോ അവൾ പഠിക്കാൻ പോകുന്നുണ്ട്. വ്യാസനാ ഫീസ് കൊടുക്കണത്. ഉണ്ണിയേട്ടൻ വരാറില്ലേ? ഇല്ല. പൂന്താനത്തിൻ്റെ മുഖം ഒന്ന് കറുത്തു. കിട്ടിയ അത്രയും ലാഭവും നിരീക്ഷിച്ചിട്ടുണ്ടാവും അയാൾ. അയാളെയൊന്നും ഞാൻ കുറ്റം പറയണില്ല. തച്ചൻ്റെ ചെത്തിലുമുണ്ട്, മരത്തിൻ്റെ വളവിലുമുണ്ട്. വ്യാസേട്ടന് വേറെ ആലോചനകൾ വരണുണ്ടോ? എന്തിന്? നമ്പൂതിരി മുഖം തിരിച്ചു. അവൻ ആ കുട്ടിയുടെ ഒപ്പം അത്രേ പാർപ്പ്. രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ കേട്ടു. ഏതായാലും ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല. താമരയിൽ ഞെട്ടലുണ്ടായി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. നീ എന്തിനാ വിഷമിക്കണത്? അക്ഷോഫിനായി നമ്പൂതിരി തിരക്കി. അവരുടെ അമ്മയുടെ മനസ്സ് പോലെയായി അവരുടെ അനുഭവങ്ങൾ. ചില പാവങ്ങൾക്ക് പുനർജന്മത്തിലെ ശിക്ഷയുണ്ടാവും. ചിലതിന് ഈ ജന്മം തന്നെ മറുപടി പറയേണ്ടി വരും. താമരയ്ക്ക് ഉത്തരമില്ലാതായി. ഒളിച്ചാ ഞാൻ പോകുന്നത്, നമ്പൂതിരി പറഞ്ഞു. അവിടെ ആർക്കും ഇഷ്ടമില്ല. പക്ഷേ അമ്മാമ്മയ്ക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയുമോ? അദ്ദേഹം കരഞ്ഞു. താമരയ്ക്കും കരച്ചിൽ വന്നു. അവൾ അത് കടിച്ചൊതുക്കി. ഒരീസം ഞാൻ വരാം, താമര പറഞ്ഞു. എല്ലാ പിണക്കങ്ങളും ഞാൻ പറഞ്ഞു തീർത്തോളാം. വേണ്ട, നമ്പൂതിരി തടഞ്ഞു. അങ്ങനൊന്നും തീരണതല്ല അവരുടെ പക. നീയും കുഞ്ഞൂട്ടനും നിരീക്ഷിച്ചിരുന്ന വെച്ചാൽ വ്യാസന്റെ വേടി നടക്കുമായിരുന്നെന്നാ അവരുടെ വിചാരം. നിന്നോടാച്ച തീരാത്ത അസൂയയുണ്ട്. അങ്ങോട്ടിനി വന്ന പടിപ്പുര കടത്തില്ല എന്നാ ശപഥം. നിനക്കത് പൊറുക്കാനാവും. പക്ഷേ കുഞ്ഞൂട്ടൻ അപമാനം ഉണ്ടാക്കണോ? അത് പിന്നെ അകൽച്ച ഉണ്ടാക്കില്ലേ. ഇവിടെ വന്ന് നിന്നെ കാണാനുള്ള അവസരം കൂടി അമ്മാമ്മയ്ക്ക് നഷ്ടമാവില്ലേ കുട്ടി? താമര സ്തബ്ധയായി. അവിടേക്ക് ഇനിയും എൻ്റെ കുട്ടി വരരുതെന്നുകൂടി പറയാനാ അമ്മാമ്മ വന്നത്. പൂന്താനം കണ്ണുകൾ തുടച്ചു. അപ്പോഴേക്കും ഒരു ലോട്ടയിൽ ചായയുമായി നങ്ങേമ എത്തി. താമരയുടെ അമ്മാമ്മയെ മുറ്റത്ത് കണ്ടതും ചായ ഇടാൻ ഓടിയതാ ഞാൻ. വെയിലത്തുനിന്ന് വരുമ്പം ലോട്ട ചൂട് ചായയാവാം. ഉഷ്ണേന ശാന്തി എന്നല്ലേ? അതെ, ശരിയാ. പൂന്താനം കരയും പോലെ ചിരിച്ചു. പക്ഷേ പണ്ടൊക്കെ സംഭാരമായിരുന്നു കറുത്തെടുത്ത് ലോട്ടയിൽ കൊണ്ടുവരിക. അയ്യോ, സംഭാരക്കാരൊക്കെ ഇപ്പോൾ പോയില്ലേ? ഇപ്പോൾ എല്ലാം ചായക്കാരാ. നങ്ങേമയും ചിരിച്ചു. അപ്പോഴാണ് സോമയും ഹരിഗോവിന്ദനും കൂടി തൊടിയിൽ നിന്നും കയറി വന്നത്. പൂന്താനത്തെ കണ്ടതും ഹരിഗോവിന്ദൻ ഒന്നറച്ചു. എങ്കിലും സോമയൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് എങ്ങോട്ട് വിളിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. നങ്ങേമ്മയാണെങ്കിൽ ഹരിഗോവിന്ദനെ കൈയാട്ടി വിളിച്ചു. ഹരി, ഇങ്ങോട്ട് വരൂ. പിന്നെ പൂന്താനത്തിനോട് പറഞ്ഞു, അവിടുന്ന് ആരും പെൺകൊടയ്ക്ക് വരാഞ്ഞത് കൊണ്ടാ പരിചയപ്പെടുത്തണത്. ഇതാണ് സോമയുടെ ആൾ, ഉത്രത്തെ ഹരിഗോവിന്ദൻ. ഇതാ അപ്പ കഥ.
പൂന്താനം വെറ്റിലക്കറ പുരണ്ട പല്ലുകൾ കാട്ടിച്ചിരിച്ചു. എനിക്കറിയില്ലേ ഉത്രത്തെ ഉണ്ണിയെ. ഹരിഗോവിന്ദനേക്കാൾ ഭയന്നത് താമരയാണ്. നിഷ്കളങ്കതയിൽ അമ്മാമ്മ എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഒരു പൂവിൻ്റെ മോഹം എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.